ഭരണനിർവഹണത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യ വിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, നീതി നിർവഹണം, പരിസ്ഥിതി സുതാര്യത തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും BJP ഭരിക്കുന്ന ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തുമാണ്. ഭരണമികവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്ത തീമുകൾ അനുസരിച്ച് തരംതിരിക്കുകയാണ് പട്ടികയിൽ ചെയ്തിരിക്കുന്നത്. 1994 മുതൽ ഇത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, ക്രമസമാധാനം, നീതി നിർവഹണം, പരിസ്ഥിതി സുതാര്യത, സാമ്പത്തിക സുരക്ഷ, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 10 തീമുകളിലായി 26 വിഷയങ്ങളിലെ 82ഓളം വിഭാഗങ്ങൾ പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളമാണ് രാജ്യത്ത് ഒന്നാമത്. മാനവശേഷി വികസനത്തിലും കേരളമാണ് മുന്നിൽ. മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് മാനവശേഷി വികസനത്തിൽ ഏറ്റവും പിന്നിൽ. തമിഴ്നാട് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ BJP ഭരിക്കുന്ന ഗുജറാത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2016 പട്ടികയിൽ മൂന്നാമതായിരുന്ന കർണാടക ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 5ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് MN വെങ്കിടചെല്ലയ്യ, കർണാടക ലോകായുക്ത N സന്തോഷ് ഹെഗ്ഡെ, രാജസ്ഥാൻ മുൻ ചീഫ് സെക്രട്ടറി CK മാത്യു എന്നിവർ ചേർന്നാണ് പട്ടിക പുറത്തിറക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിന്റേത് നല്ല തുടക്കമെന്ന് കാനം രാജേന്ദ്രൻ. വിമർശനവും സ്വയം വിമർശനവും നടത്തി വേണം മുന്നേറാൻ. തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർജവമുണ്ടാകണം. തെറ്റുപറ്റാത്തവർ ഇല്ല എന്നും കാനം പറഞ്ഞു. വീഴ്ചകൾ ഉണ്ടായാൽ അതെല്ലാം നല്ലതിനു വേണ്ടി മറ്റൊരു തരത്തിലേക്ക് അതിനെ മനസ്സിലാക്കി തിരുത്താനുള്ള ആർജവം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നല്ല തുടക്കമാണ് LDF ഗവൺമെന്റിന് ഈ ഒരു വർഷക്കാലത്തെ അതിൻ്റെ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൻ്റെ അർത്ഥം ഒരു കുറവും നമുക്കില്ല എന്നല്ല. ആ കുറവുകൾ നാം തന്നെ സൃഷ്ടിച്ച കുറവുകൾ നാം തന്നെ തിരുത്തി മുറാണ് നമുക്ക് കുറച്ചുകൂടി ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുൻ മന്ത്രി കപിൽ മിശ്ര. വ്യാജ കമ്പനികൾ രൂപീകരിച്ചും കള്ളപ്പണം വെളുപ്പിച്ചും സംഭാവന കണക്കിൽ തിരിമറി കാട്ടിയും കെജ്രിവാൾ അഴിമതി കാട്ടിയെന്ന് കപിൽ മിശ്ര ആരോപിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒടുവിൽ കപിൽ മിശ്ര കുഴഞ്ഞു വീണു. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് INTUC ദേശീയ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡി. നേട്ടങ്ങളുടെ മാത്രമല്ല കോട്ടങ്ങളുടെ ഉത്തരവാദിത്വവും സോണിയ ഏറ്റെടുക്കണമെന്നും രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു. I say that Congress failure today, a responsibility to go to the Sonia Ji because she is the president of the AICC. She has to take responsibility. Therefore, Rahul Gandhi happened to be a young man and he may be a proper representative for the younger people in this country. Therefore, AICC should bring a new blood in the party to revive the Congress party, effectively working in the field of the public field. ഗവർണർക്കെതിരെ വിമർശനവുമായി BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ. പദവിയോടെ ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. ഗവർണർ അനങ്ങപ്പറന്നയം അത് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രതികരിക്കാൻ അങ്ങക്ക് പേടിയാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോ തലമുനിച്ച് എനിക്ക് പിണറായി വിജയനെ പേടിയാണ്, ഞാൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയാനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. PJ ജോസഫിനും തിരുവഞ്ചൂരിനും മറുപടിയുമായി KM മാണി. ഏത് മുന്നണിയിൽ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത് എന്നും മാണി പറഞ്ഞു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാ. എങ്ങോട്ട് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോൾ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല.
ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിലും RSS ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടത്തിയത്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം. അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവും മുൻ MP-യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA MP വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ മുൻ MP പീതാംബരക്കുറുപ്പും മുൻ MLA MP വിൻസെന്റും 22 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. 2013 നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. DGPക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസിലെ 2ാം പ്രതിയായ MP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കേസിൽ 3ാം പ്രതിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പിന്റെ പങ്കാളിത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി. രേഖകൾ പരിശോധിച്ച ഉറപ്പുവരുത്തിയ ശേഷം ഉടൻ അറസ്റ്റുണ്ടായേക്കും എന്നാണ് സൂചന. 1ാം പ്രതി ഷിബു ടി ബാലനും 3ാം പ്രതി പീതാംബരക്കുറുപ്പുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. രജൌരി സെക്ടറിലെ ചിച്ചിബഗ്രി മേഖലയിൽ പാകിസ്ഥാൻ വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുകയാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്നലെ നൌഷാര മേഖലയിലും പാകിസ്ഥാൻ ശക്തമായ പ്രകോപനം നടത്തിയിരുന്നു. വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമുള്ള RSSന്റെ രാജ്യസ്നേഹം സ്വീകരിക്കാൻ സൗകര്യമില്ലെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസ്. കർണാടക DYFI സംഘടിപ്പിച്ച ന്യൂനപക്ഷ യുവജന സമ്മേളനം മംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിയാസ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ RSS എന്തെങ്കിലും പങ്ക് വഹിച്ചില്ല എന്ന് മാത്രമല്ല, സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും മുഹമ്മദ് റിയാസ്. DYFI സംസ്ഥാന പ്രസിഡന്റ് മുനീർ കാട്ടിപ്പിള്ള അധ്യക്ഷനായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി GV ശ്രീറാം റെഡ്ഡി, DYFI സംസ്ഥാന സെക്രട്ടറി രാജശേഖർ മൂർത്തി എന്നിവർ സംസാരിച്ചു. പശു സംരക്ഷണത്തിന്റെ പേരിൽ യുവാവിനോട് ക്രൂരത. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് സംഭവം. യുവാവിനെ ഒരു സംഘം ആൾക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തരേന്ത്യയിൽ വ്യാപകമായ പശു സംരക്ഷണത്തിന്റെ പേരിൽ വ്യാപകമായ അക്രമവും കൊലപാതകവും നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുൽഭൂഷൺ യാദവിന് വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യ നൽകിയ ഹർജിയിൽ നാളെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം ആരംഭിക്കും. ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് നിലവിൽ വധശിക്ഷയ്ക്ക് അന്താരാഷ്ട്ര കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വധശിക്ഷയെ ശക്തമായി ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. നെതർലാൻഡ്സിലെ ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നാളെ രാവിലെ പ്രാദേശിക സമയം 10 മണിയോടെ വാദം ആരംഭിക്കും. 10 മണി മുതൽ 11:30 വരെ 1.5 മണിക്കൂർ ഇന്ത്യക്ക് വാദിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 4:30 വരെ 1.5 മണിക്കൂർ പാകിസ്ഥാനും നിലപാടറിയിക്കാം. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരാകും. വിയന്ന കൺവെൻഷൻ ഉടമ്പടിക്ക് വിരുദ്ധമായാണ് പാകിസ്ഥാൻ ജാദവിന്റെ വിചാരണയും ശിക്ഷാവിധിയും പുറപ്പെടുവിച്ചതെന്നാണ് ഇന്ത്യയുടെ വാദം. അതേസമയം പാകിസ്ഥാൻ അറ്റോർണി ജനറൽ അഷ്താർ ഔസഫ് കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും സൈനിക മേധാവികളുമായി കേസിനെക്കുറിച്ച് തിരക്കിട്ട ചർച്ചയിലാണ്. വധശിക്ഷ ശക്തമായി ന്യായീകരിക്കാനാണ് പാക് തീരുമാനം. വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത് തെറ്റാണെന്ന് വാദിക്കുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
കോമൺവെൽത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കേസുകൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരിധിയിൽ വരുന്നില്ലെന്ന് മറ്റൊരു കേസിൽ 1996 ഇന്ത്യ വാദിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ കോടതിയെ അറിയിക്കുമെന്നും സൂചനയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും കോടതി നടപടികളും എല്ലാവർക്കും കാണാനായി തത്സമയം കോടതി വെബ്സൈറ്റിൽ കാണിക്കാനും നീതിന്യായ കോടതി തീരുമാനിച്ചു. ജാദവിന്റെ വധശിക്ഷ ഒഴിവാക്കാനായി എല്ലാ നയതന്ത്ര സമ്മർദ്ദങ്ങളും നടത്തുകയാണ് നീതിന്യായ കോടതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫോർട്ട് കൊച്ചി കടലിൽ യുവതിയുടെയും യുവാവിന്റെയും മൃതദേഹം കണ്ടെത്തി. പള്ളിമുക്ക് സ്വദേശി സന്ദീപ്, ഇരുമ്പനം സ്വദേശിനി ലയന എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 7:45 ഫോർട്ട് കൊച്ചി കൽവത്തി പാലത്തിന് സമീപം കടലിൽ 2 മൃതദേഹങ്ങൾ കണ്ടതായി ബോട്ട് ഡ്രൈവർമാർ പോലീസിനെ അറിയിച്ചത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കരക്കടുപ്പിച്ചു. 3 ദിവസത്തെ പഴക്കം തോന്നിക്കുന്ന മൃതദേഹങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞില്ല. മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ ഫോൺ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. പള്ളിമുക്ക് സ്വദേശിയും 24-കാരനുമായ സന്ദീപ്, ഇരുമ്പനം സ്വദേശി 18 വയസ്സുള്ള ലയന എന്നിവരാണ് മരിച്ചത്. ഇത് കൈകൾ തമ്മിൽ പരസ്പരം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയ നിലയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആത്മഹത്യയാവാനുള്ള സാധ്യതയുണ്ട്. അത് ഡോക്ടറെ കൂടുതൽ പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇരുവരെയും കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ 12-ന് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. 2 പേരും അടുപ്പത്തിലായിരുന്നുവെന്നും വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാത്തതിലുള്ള വിഷമം മൂലം ആത്മഹത്യ ചെയ്തുവെന്നുമാണ് പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെട്രോൾ പമ്പുകൾക്ക് ഇന്ന് മുടക്കം. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പെട്രോളിയം ഡീലർമാർ നടത്തുന്ന ഏകദിന സമരം തുടരുകയാണ്. പെട്രോളിയം ഡീലർമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പമ്പുകൾ അടച്ചിടുന്നത്. 2012 അംഗീകരിച്ച റിപ്പോർട്ട് നടപ്പാക്കാതെ എണ്ണ കമ്പനികൾ വഞ്ചിക്കുകയാണ് എന്ന് കൺസോർഷ്യം ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഡീലേഴ്സ് ആരോപിച്ചു. ഈ ആവശ്യം മുൻനിർത്തിയുള്ള 2ാം ഘട്ട സമരമാണ് ഇത്. EMS സ്മരണയിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് വൻ ജനപങ്കാളിത്തത്തോടെ പ്രഥമ കേരള മന്ത്രിസഭയുടെ 60ാം വാർഷിക ആഘോഷം. നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് EMS ആദ്യ കേരള നിയമസഭയിൽ അംഗമായതും മുഖ്യമന്ത്രിയായതും. EMS സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ഇപ്പോഴത്തെ LDF സർക്കാരിന് ഊർജം പകരുന്നതായി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരെ വിസ്തൃതിയുണ്ടായിരുന്ന നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് EMS കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാകുന്നത്. EMSുമായി വൈകാരിക ബന്ധമുള്ള നീലേശ്വരത്ത് സംഘടിപ്പിച്ച ആദ്യ മന്ത്രിസഭയുടെ 60ാം വാർഷികാഘോഷം വൻ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. EMSന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തവരുൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ചരിത്ര സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന നീലേശ്വരം കോവിലകത്തിന്റെ ഭരണവിഭാഗം സമുച്ചയത്തിന്റെ അങ്കണത്തിലായിരുന്നു പൊതുസമ്മേളനം. 1ാം EMS സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഇപ്പോഴത്തെ LDF സർക്കാരിന് ഊർജം പകരുന്നതായി 60ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 57 ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷങ്ങൾക്കാകെ ആവേശം പകർന്നൊരു ഗവൺമെന്റാണ്. ഇപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീർച്ചയായും 57 ഗവൺമെന്റ് ചിന്തിച്ച വഴിക്ക് നീങ്ങുന്ന ഒരു ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ നാടിന്റെ വികസനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായതും സർവതല സ്പർശിയായതും സമഗ്രവുമായ വികസനമാവണം എന്ന കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഒന്നൊന്നായി വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാതിമത ശക്തികളെ കൂട്ടുപിടിച്ചും CIA സഹായം സ്വീകരിച്ചും അന്നത്തെ സർക്കാരിനെ അട്ടിമറിച്ച വിമോചന സമരവും അനുസ്മരിച്ചു. വിമോചന സമരമാണ് കേരളത്തിൽ ജാതിമത ശക്തികളെ വളർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ അവസരവാദപരമായ നിലപാട് അന്ന് കോൺഗ്രസ് ആണ് നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതേവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രവണത ശക്തിപ്പെടാനിടയാക്കി. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ശക്തമായൊരു നാടായിരുന്നു. ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ജാതീയമായി മതപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വലിയ പ്രാമുഖ്യം ഇല്ലാതെ വന്നിരുന്നു. ജാതിമത സംഘടനകൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനം കൊടുത്തു. അതിന് തുടക്കം കുറിക്കുന്നത് വിമോചന സമരവും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുമാണ് എന്ന് നാം ഓർക്കണം. ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയ LDF നേതാക്കളും പ്രസംഗിച്ചു. KP സതീഷ് ചന്ദ്രൻ മുഖ്യമന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പ്രതീക്ഷിച്ചത്ര വേനൽ മഴ ലഭിക്കാത്തതിനാൽ തൃശൂർ ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്ക പടർത്തുന്നു. പ്രവചനങ്ങൾക്കനുസരിച്ച് ഇനിയും മഴയുണ്ടായില്ല എങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയേക്കും. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോഴുള്ളത്. ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിരുന്നു. വേനൽ മഴയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ലെങ്കിലും തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ നിലവിൽ വിതരണം തുടരാനുള്ള വെള്ളമുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജലമെത്തിക്കുന്ന ചിമ്മിനി ഡാമിൽ 2.89 മില്യൺ ക്യൂബിക് മീറ്റർ ജലനിരപ്പാണ് ഉള്ളത്. ഈ നില തുടർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തും. 22 വർഷത്തിനിടെ ആദ്യമായാണ് ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും വരൾച്ച ഭയങ്കര അധികം കണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്താണ്. കാരണം എന്താ വെച്ചാൽ മഴ വളരെയധികം കുറവായിരുന്നു. കഴിഞ്ഞ വർഷം വളരെയധികം കുറവായിരുന്നു. റിസർവറിൽ വെള്ളം ഏരിയ ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ഇതുണ്ടോ, കുറേ ഏരിയയിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. നിലവിൽ 40.04 മീറ്റർ ജലം അവശേഷിക്കുന്നുണ്ട്. ഇത് 40 മീറ്ററിന് താഴെ എത്തിയാൽ കുറുമാലിപ്പുഴയുടെ തീരത്തെ ജനങ്ങൾ വരൾച്ചയുടെ പിടിയിലാകും. ഈ മാസം പരക്കെ മഴ ലഭിച്ചാൽ മാത്രമേ ഡാമുകളിലെ ജലനിരപ്പ് പിടിച്ചു നിർത്താനാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ.